കണ്ണൂരിൽ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ മിനറൽ റവന്യൂ ഇൻസ്പെക്ടറുടെ വീട്ടിലും റെയ്ഡിൽ നിരവധി രേഖകൾ കണ്ടെത്തി. കുറ്റ്യേരി സ്വദേശി പി ശ്രീധരനെയാണ് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്ത് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ മുൻ പോലീസുകാരൻ കൂടിയാണ്. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഇന്നലെ അറസ്റ്റിലായ മിനറൽ റവന്യൂ ഇൻസ്പെക്ടറുടെ വീട്ടിലും റെയ്ഡ് നടത്തിയിരിക്കുകയാണ് വിജിലൻസ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, മണൽ വാരാനുള്ള ലൈസൻസിന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് കണ്ണൂർ ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ കുറ്റ്യേരി സ്വദേശിയായ പി ശ്രീധരനെ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചെറുകുന്ന് സ്വദേശിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മണൽവാരി വിൽപ്പന നടത്താനുള്ള അനുമതിക്കായി 2025 ജൂണിലാണ് ഈ ചെറുകുന്ന് സ്വദേശി അപേക്ഷ നൽകിയത്. അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഇയാൾ ഈ അപേക്ഷകൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു. ഈ വിജിലൻസ് ഓഫീസിൽ നിന്ന് അതിനുശേഷം ഈ അനുകൂലമായ വിധി ഉണ്ടായതിനു ശേഷം വിജിലൻസ് ഓഫീസിൽ നിന്ന് ഈ അപേക്ഷകനെ ചെറുകുന്ന് സ്വദേശിയെ വിളിക്കുകയും രേഖകളെല്ലാം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീടും അതിലൊരു കാലതാമസം നേരിട്ടു. തുടർന്ന് ഇൻസ്പെക്ഷന് എത്താം എന്ന് പറഞ്ഞുവെങ്കിലും വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ 30,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഹൈക്കോടതിയുടെ ഉത്തരവടക്കം ഉണ്ടായിട്ടും ഇത്രയും തുക കൈക്കൂലിയായി നൽകാൻ കഴിയില്ല എന്ന് ഈ അപേക്ഷകൻ നിലപാടെടുത്തു. തുടർന്ന് ഒരു 15,000 രൂപയെങ്കിലും കിട്ടണം എന്ന നിലപാടിൽ ഇയാൾ ശ്രീധരൻ വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ചെറുകുന്ന് സ്വദേശി ഈ വിവരം വിജിലൻസിനെ അറിയിച്ചു. അങ്ങനെ ഇന്നലെ വൈകിട്ട് 4:30 ഇരണാവ് ജംഗ്ഷനിൽ പണവുമായി എത്താൻ ശ്രീധരൻ ചെറുകുന്ന് സ്വദേശിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അവിടെ എത്തി പണം നൽകുന്നതിനിടെയാണ് ശ്രീധരനെ വിജിലൻസ് കൈയോടെ പൊക്കിയത്. സംസ്ഥാനത്ത് ആകെ ഇപ്പോൾ അഴിമതിക്കെതിരെ പ്രൊജക്ട് സീറോ എന്ന ഒരു പദ്ധതി വിജിലൻസ് നടപ്പാക്കി വരികയാണ്. അഴിമതിക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി അങ്ങനെ അഴിമതിക്കാരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വിജിലൻസ് ജാഗ്രതയോടെ നീങ്ങി വരികയാണ്. ഇതിനിടയിലാണ് കണ്ണൂർ ജില്ലയിലെ ഈ ആദ്യ അറസ്റ്റ്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റാണ് കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ളത്. 15,000 രൂപ കൈക്കൂലിയായി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായതെങ്കിലും ഇയാളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ കവറിൽ ഇട്ട 15,000 രൂപ വേറെയും വിജിലൻസ് കണ്ടെത്തി. പണം തന്റെ സ്വന്തമാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത്. അത് 10,000 രൂപയാണ് ഉള്ളതെന്നും ഈ ശ്രീധരൻ വിജിലൻസോട് പറഞ്ഞിരുന്നു. പക്ഷെ എണ്ണി നോക്കിയപ്പോഴാണ് 15,000 രൂപ ഈ കവറിൽ കണ്ടെത്തിയത്. കൈക്കൂലിയായി ആരെങ്കിലും നൽകിയ പണമായിരിക്കാം ഇതും എന്ന നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ് ഉള്ളത്. ഡിവൈഎസ്പി ബാബു പെരിങ്ങത്ത്, ഇൻസ്പെക്ടർമാരായ ബിനു മോഹൻ, സുനിൽകുമാർ, SI-മാരായ നിജേഷ്, രാധാകൃഷ്ണൻ, പ്രവീൺ, രാമകൃഷ്ണൻ, ASI-മാരായ രാജേഷ്, സജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ്, ഹൈറേഷ്, അജേഷ്, സജിത്ത്, ഷിജിത്ത്, മുകേഷ്, സുകേഷ് കുമാർ, വിജിൻ എന്നിവർ അടങ്ങിയ ഒരു വലിയ സംഘമാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയത്. പ്രതിയുടെ വീട്ടിൽ റെയ്ഡും നടത്തി. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വിജിലൻസ് ഈ കേസിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഈ പ്രതിയായ ശ്രീധരൻ മുൻ പോലീസുകാരൻ കൂടിയാണ്. ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിനൊപ്പം ഇരിട്ടിയിൽ ജോലി ചെയ്ത ആളുകൂടിയാണ് ഇയാൾ. പിന്നീടാണ് ഇയാൾ ഈ ജിയോളജി വകുപ്പിലേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ പോലീസിന്റെ നടപടികൾ, എന്തൊക്കെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ കൃത്യമായി അറിയുന്ന ആളാണ് ഈ പ്രതി എന്നതുകൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഈ പിടിച്ചെടുത്ത രേഖകൾ പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. പ്രധാനപ്പെട്ട ചില രേഖകളൊക്കെ തന്നെ ഈ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം. ഈ അനധികൃത ചെങ്കൽ ക്വാറികളിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായി വിവരവും ഇതിനിടയിൽ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലുമാണ്. എന്തായാലും അന്വേഷണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായ ഒരു ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ വിജിലൻസ് കടന്നിരിക്കുകയാണ് കൃഷ്ണേന്ദു.